ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന് പേരയം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പരമ്പരാഗത ജലസ്രോതസ്സുകൾ ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരിക്കുന്ന പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പരമ്പരാഗത ജലസ്രോതസ്സുകൾ ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരിക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് തുടക്കമായത്. ഇതിന്റെ ഭാഗമായി പേരയം അയ്യൻകോയിക്കൽ തോട് ശുചീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഒരു സുപ്രധാന അതിന്റെ മാലിന്യമുക്ത കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പേരിൽ നമ്മുടെ പരമ്പരാഗത ജലസ്രോതസ്സുകളെയും നീർച്ചാലുകളെയെല്ലാം ശുചീകരിച്ചുകൊണ്ട് അവയെ വീണ്ടെടുത്തുകൊണ്ട് അതിൻ്റെ ആഗമന കാലത്ത് എങ്ങനെയായിരുന്നു ആ തരത്തിലേക്ക് മടക്കി കൊണ്ടുപോവുക, പ്രകൃതിയിലേക്ക് അതിൻ്റെ സ്വാഭാവിക നീരൊഴുക്ക് വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പേരിൽ മനോഹരമായൊരു പേരൊക്കെ ഇട്ട് ഇത്തരത്തിൽ നമ്മുടെ ജനകീയ കൂട്ടായ്മയോടുകൂടി നമ്മുടെ നീർച്ചാലുകളെ തിരിച്ചെടുക്കുന്ന വീണ്ടെടുക്കുന്ന ഒരു പദ്ധതി. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എൻ ഷെർലി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പാപ്പച്ചൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സി ഷാജി, ജൂനിയർ സൂപ്രണ്ട് CP മുരളി, AE വത്സ ഗോഡ്ബിൻ, ഓവർസിയർ ബെന്നി മറിയം മാത്യു, VEO സുമേഷ് ഷാർ, PS ജസീരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.